ഇന്ന് നമുക്ക് ഒരു സ്ഥലം പരിചയപ്പെടാം. രാസക്കൈമയിലെ ഏറ്റവും മനോഹരമായൊരു സ്ഥലം. ഒരു കടലിൻ്റെ അകത്തോട്ട് കയറി കിടക്കുന്ന ഒത്തിരി മനോഹരമായ സ്ഥലം. രാത്രിയിലാണ് അവിടെ വന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ട്. 7 മണിക്ക് വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ്, പകൽ വരുമ്പോൾ വേറൊരു രസമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് മർജാൻ ഐലൻഡ്. അപ്പം നമുക്ക് അകത്തോട്ടൊന്ന് കയറിയാലോ. അങ്ങനെ നമ്മൾ മർജാൻ ഐലൻഡിലോട്ട് കയറുകയാണ്. അവിടെ ഇങ്ങനെ വലിയ അക്ഷരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. ഇപ്പോൾ നല്ല തണുപ്പാണ്. സാധാരണ ഈ ഭാഗത്തൊക്കെ അറബികളിങ്ങനെ വന്ന് അവരുടെ ഫാമിലികൾ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് അവർ ആഹാരമൊക്കെ ഇങ്ങനെ കഴിക്കുന്ന ഞങ്ങളിടയ്ക്ക് ഞാനും വരാറുണ്ട്. നമ്മുടെ കസിൻസ് കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന് പായൊക്കെ വിരിച്ച് കസേരയെ കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കാറുണ്ട്. എന്തോ നോക്ക്. അങ്ങനെ അൽ മർജാൻ ഐലൻഡ്. ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ അപ്പുറത്ത് എല്ലാം കടലാണ്. ഏകദേശം ഒരു 3 ഭാഗവും കടലാണ് ഇവിടെ. അങ്ങ് എൻ്റെലൊരു സ്ഥലമാണ് ഇങ്ങനെ മൂലയ്ക്ക്. അവിടെ ഇങ്ങനെ പോയി നിൽക്കാനൊരു പ്രത്യേക രസമാണ്. അത് ഈ ചൂട് സമയത്ത് നമുക്കവിടെ പോയി നിന്നാൽ നല്ല കടലിൽ നിന്ന് ഇങ്ങനെ കാറ്റടിക്കും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങ് ദൂരെ കാണുന്ന ഹോട്ടലുകളൊക്കെയാണ്. കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ 2-3 സ്ഥലങ്ങളിലും ഇങ്ങനെ കടല ഇങ്ങനെ കാണാൻ കഴിയാതെ ഇവിടെ തിരിയൊക്കെ, ചെറിയ തിരിയൊക്കെ ഉണ്ട്. എന്തോ രസമാണ് ഇവിടെ നിന്ന് കാണാൻ. കുറച്ച് ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഭയങ്കര ഇവിടെ നിന്നൊന്നും കഴിക്കാം. നമ്മളെ സാധാരണപ്പെട്ടവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അപ്പുറത്ത് കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മളിവിടെ ഇരിപ്പുണ്ട്. ഹലോ, നോക്കിയേ, ഹായ് പറ. അവളവിടെ ഇരിക്കും കേട്ടോ. അവളവിടെ ഇരിക്കട്ടെ. തണുപ്പായതുകൊണ്ട് നോക്കിയേ, തണുപ്പായതുകൊണ്ട് എല്ലാം ഇങ്ങനെ മൂടി പൊതച്ചൊക്കെ ഇരിക്കുക. ഇവിടെ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇച്ചിരി ആൾ കുറവാണ്. ഇതൊന്ന് ഈ സമയമായതുകൊണ്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ആളങ്ങ് കൂടും. പിന്നെ അപ്പുറത്തെ ഭാഗത്ത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ളൊരു പ്രത്യേക രസമൊക്കെ ഉണ്ട്. കുറേ ഊഞ്ഞാലുകളും ഇങ്ങനെ കയറക്കൂടെയൊക്കെ കയറുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഭയങ്കര ആളാണ്. അവിടെ പിള്ളേരൊക്കെ ഒത്തിരി ഉണ്ടാകും. ചെറിയ ഫൗണ്ടനൊക്കെ ഉണ്ട് ഇവിടെ. അവിടെയൊക്കെ പോയിരിക്കാം. പണ്ട് എൻ്റെ മകൻ ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങളിവിടെ വരുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഇവിടെ സൈക്കിളൊക്കെ വാടകയ്ക്ക് കിട്ടും. അങ്ങനെ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ അവിടെ വന്ന് അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മിക്കവാറും ദിവസങ്ങൾ, ശനിയാഴ്ച, വെള്ളിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. ഫാമിലികളൊക്കെ വന്നിട്ടേ ഇങ്ങനെ ആഹാരമൊക്കെ കഴിക്കും. നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കും. അങ്ങോട്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുണ്ട്. അവിടെ കുറേ വോളിബോൾ, ഫുട്ബോൾ അങ്ങനെയൊക്കെയുള്ള ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. ഇവിടെ കടലാണ്. ആ സ്ഥലമല്ല, അങ്ങോട്ട് കടൽ. അങ്ങ് ദൂരെ കാണുന്ന ലൈറ്റ് കാണുന്ന ഷിപ്പ് പോകുന്നതാണ്. ഇതിൻ്റെ അപ്പുറം നമുക്ക് കാണാം. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് അൽ ഖുവൈൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. റാസൽ ഖൈമ കഴിഞ്ഞ് അവിടെ നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത് അജ്മാൻ, പിന്നെ ഷാർജ, അങ്ങനെ മുന്നോട്ട് പോകാം. ദുബൈ, അബുദാബി. ഞങ്ങൾ ഇങ്ങനെ റാസൽ ഖൈമ ഇങ്ങനെ എൻഡിൽ കിടക്കുന്ന സ്ഥലമാണ്. ഒരു പൂച്ച ഓടിപ്പോയി. അടിപൊളി. അങ്ങ് ലൈറ്റ് കാണുന്ന സ്ഥലമാണ് അൽ ഖുവൈൻ. അപ്പോൾ ആൾ വന്നു തുടങ്ങി. ഞങ്ങൾ കയറുന്ന സമയത്ത് ഇത്ര ആളില്ലായിരുന്നു. ഇവിടെ ആളൊക്കെ വന്നത്, കൂടുതൽ ആളുകൾ വന്നു തുടങ്ങി. ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. എനിക്കൊന്ന് കൂടുതൽ ആളുകൾ വൈകുന്നേരമൊക്കെ ഇവിടെ വരും. എനിക്ക് ഒരു 2-3 കിലോമീറ്ററോളം ഇങ്ങനെ നടക്കാം. നല്ല ഭംഗിയാണ്. കടലിൻ്റെ തീരത്തൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകാം. ഇതാ തൊട്ട് താഴെ തൊട്ടടുത്താണ് കടൽ. കടലിൻ്റെ സൗണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ? തൊട്ട് താഴെ കടലാണ്. അതുവഴി ഇങ്ങനെ അങ്ങ് എൻ്റെ വരെ നമുക്ക് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഇങ്ങനെ നടക്കാൻ പറ്റും.
അങ്ങനെ ഒത്തിരി ആളുകൾ ഇങ്ങനെ നടക്കാറുണ്ട്. ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ വന്ന് നടക്കാറുണ്ടായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ നമ്മൾ അറിയാവുന്ന അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ചില ആളുകളെയൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരിവിടെ വന്നിട്ടുണ്ടാകും. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ചെടികളൊക്കെ നല്ല പച്ചപ്പ്, നല്ല രസമായിരിക്കും. ഇവിടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലത്തോട് നമ്മൾ എത്തിച്ചേർന്നിരിക്കാം. ഇവിടെ ഭയങ്കര ആളാണ് കേട്ടോ. മക്കളെല്ലാം ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. അവരിങ്ങനെ ഓരോ ചാടുകയും മറിയുകയും. ഇവിടെ വന്നിരിക്കുന്നതിന് നമുക്കൊരു സന്തോഷമാണ്. പിള്ളേരുടെ കളിയും കാര്യങ്ങളൊക്കെ കാണുകയും. ഒത്തിരി മുതിർന്ന പിള്ളേരല്ല കേട്ടോ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. നേരത്തെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതവർ കുറച്ചെടുത്ത് മാറ്റി, എന്തോ വർക്ക് കാണുന്നുണ്ടിരിക്കും. പുതിയതായിട്ട് എന്തോ ഒരു സംരംഭം അവിടെ തുടങ്ങുന്നുണ്ട്. അത് ഊഞ്ഞാലും അങ്ങനെ നമ്മളെ കുട്ടികൾ കളിക്കാനൊക്കെയുള്ള സ്ഥലം കണ്ടല്ലോ. നല്ല ഭംഗിയാക്കുള്ള സ്ഥലം അല്ലേ. എല്ലാവരും ഇവിടെ ഒന്ന് വരണം കേട്ടോ. വൈകുന്നേരം കൂടെ വന്ന് ഇരിക്കുകയും കളിക്കുകയും ചെയ്യാൻ നല്ല ഭംഗിയാണ്. ആ കാണുന്നത് ഉമ്മൽ-ഖുവൈനാണ്, കടലിൻ്റെ തൊട്ടപ്പുറത്ത്. ഇവിടെ നോക്കിയാൽ കാണാം. വൈകുന്നേരം ഒരു 5:30 ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ സൂര്യാസ്തമയം കാണാം. നല്ല ഭംഗിയാണ്. അടുത്ത ഒരു ദിവസം നേരത്തെ ഇറങ്ങിയിട്ട് നമുക്ക് സൂര്യാസ്തമയം കാണിക്കാമല്ലോ. അതിനെന്താ, നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ് കടലിൽ ഇങ്ങോട്ട് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഐലൻഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മർജാൻ ഐലൻഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏറ്റവും നല്ല വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഒന്ന് ശാന്തമായിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇഷ്ടം പോലെ ഏറിയ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വന്ന് ഇരുന്ന് വർത്താനമൊക്കെ പറയാനും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാറുണ്ട്. കൂട്ടുകാർ അതുപോലെ ഞങ്ങളുടെ കസിൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങളിവിടെ വന്നിരുന്ന് ആഹാരമൊക്കെ മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. നല്ല തണുപ്പാണ്. ഒരു 13 ഡിഗ്രിയൊക്കെ തണുപ്പുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ പന നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇത് എഴുത്തോല പനയാണെന്ന് എൻ്റെ വിചാരം. അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നത്. അത് തന്നെയാണ്. എൻ്റെ ഓരോ ഇങ്ങനെ ഇല എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പണ്ട് എഴുത്തോലയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അത് മനസ്സിലാവില്ല. അന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആ പന 2-3 ടൈപ്പിലെ പനകൾ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ചില സമയത്തൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി അങ്ങനെ മറ്റുള്ള ഇംഗ്ലീഷ് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെ ഷൂട്ടിങ്ങൊക്കെ പാട്ടരങ്ങൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് പല സിനിമയുടെയും. ഇതേപോലെ തന്നെ ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ കടലിൻ്റെ ഒരു അകത്തോട്ട് കയറി കിടക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെയുണ്ട്. ഞാൻ പറ്റുന്ന രീതി ഇവിടെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ആളുകൾ കൂടി വരുന്നുണ്ട്. അപ്പുറത്ത് അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്.
അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നിർത്തിയാലോ? ഓക്കെ, ഗുഡ് ബൈ.